പാറു ഇന്ന് ചക്കി വന്നില്ലേടി? ചക്കിക്ക് പനി. പനിയാ? അപ്പൊ നിനക്കിന്ന് കൂട്ടില്ലല്ലോ. അപ്പു പ്രസന്റ് സാർ. ഡുണ്ടു പ്രസന്റ് സാർ. ചക്കി വന്നില്ല സാർ, ചക്കിക്ക് പനി. ഒരു മിഠായിയുടെ വില എത്രയാണ്? 25 പൈസ. അപ്പൊ രാജു 1 രൂപയ്ക്ക് എത്ര മിഠായി വാങ്ങി? അപ്പു ഇന്ന് കഞ്ഞി മേടിക്കാൻ ഒരുമിച്ച് പോണമേ. നീ ആദ്യമേ ഓടിക്കളയല്ലേ. ദുണ്ടു നീ ഇന്ന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ വേണമെങ്കിൽ നമ്മളെ കൂടെ വന്നോ. അപ്പൊ മുള്ളിച്ചോട്ടി മാറി മാറി ഞാനാണ് നീ കഴിക്കണം. ദുണ്ടു നീ കളിക്കണമെങ്കിൽ വാ. ഞാൻ കളിക്കണില്ല. ഓ ചക്കയില്ലാത്തോണ്ടായിരിക്കും നീ ഇന്ന് കളിക്കാൻ വരാത്തത്. എങ്കിൽ നീ കളിക്കണ്ട. ഐസ്ക്രീം സോഡ ഷുഗറിന്റെ വാട്ടർ എല്ലിന്റെ മോട്ടോ തട്ടായിരുന്നാണ് എനിക്ക് തലവേദന എടുത്തിട്ട് മാറി. ഐസ്ക്രീം സോഡ അപ്പൊ ബുക്കറച്ചേ വെള്ളിക്കാറ്. അമ്മ 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 നാളത്തെ ഡുണ്ടുന്റെ വീട്ടിൽ പോയിട്ട് വരാമേ. എടി ചക്കി, നീ ഇന്നലെ ചാർജിൽ തൂക്കം കാണാൻ പോയാ? നിങ്ങൾ പോയില്ലേടാ, ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് അപ്പൂമ്മ അമ്മൂമ്മ. എടി ചക്കി, ഇത് ഇങ്ങനെയൊന്നുമല്ല ഊതണ. ഇത് പറയാ അപ്പൂമ്മ അമ്മൂമ്മ നാണ്ട് ഇനി ഞാൻ ഊതട്ട്. അത് കീറി. അയ്യോ എന്റെ അപ്പൂമ്മ അമ്മൂമ്മ പൊട്ടി. നീ ഊതി ഊതി അതിനെ തൊപ്പലേറ്റാണ് അത് പൊട്ടിയത്. അയ്യോ ഇതിലൊരു വിരളോറെ ഇട്ടാ മതി. അതാകുമ്പോ വെക്കാൻ പൊട്ടയില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാമേ. ഓ ആന വിളിക്കണ ആലോ ഉണ്ട്. മാറിയാണ് വേണ്ട. ഞാൻ ഇത് എന്താ ക്ലാസ്സിൽ മലയാളം പേപ്പർ എടുക്കുന്നത് നമ്മളെ ക്ലാസ്സിലും കൊണ്ടുവരും. സാറിന്റെ കഷത്ത് പേപ്പർ ഇരിക്കണ. നിങ്ങളെ മലയാളത്തിന്റെ പേപ്പർ നോക്കിയിട്ടുണ്ട്. പാറു 49. അയ്യോ എന്റെ 1 മാർക്ക്. കള്ളി നീയല്ലേ പറഞ്ഞ നീ ഒന്നും എഴുതിയില്ലെന്ന് പഠിച്ചില്ലെന്ന്. ഞാൻ ഒന്നും പഠിച്ചില്ല, ഞാൻ ക്ലാസ് പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്ന എഴുതേനെ എഴുതത്. ഓ ഡുണ്ടു എണീര്. അമ്മേരെ പകരം പദം പറഞ്ഞാണ്. സുനിത, എന്റെ പൊന്നോ, മോളെ, ചേച്ചി, എടി മൂദേവി. ഇതൊക്കെയാണ് അമ്മേരെ പകരം പദം. ഓ സാറേ, ഞാൻ വിളിക്കും അമ്മാന്ന്. എന്റെ അച്ഛ അതിന് പകരം വിളിക്കും എന്റെ പൊന്നോന്ന്. അമ്മാമ്മ വിളിക്കും എടി മോളേന്ന് വിളിക്കും. പിന്നെ എന്റെ കുഞ്ഞമ്മ വിളിക്കും ചേച്ചിയേന്ന്. എന്റെ അച്ഛനമ്മ മാത്രം വിളിക്കും എടി മൂദേവി എന്ന്. ഓ മണ്ടൻ. ഡുണ്ടുവിന്റെ അമ്മേരെ പകരം പദം എഴുതാനല്ല പറഞ്ഞേക്കണത്. എന്നാ 0 മാർക്ക് അവിടെ ഇരിയടാ. ഞാൻ എല്ലാം എഴുതിയാണല്ലോ, എന്നിട്ട് എനിക്ക് 0. അടുത്തത് ചക്കി. 5ാമത്തെ ചോദ്യം നിങ്ങളെ കുറിച്ച് എഴുതുക. ചക്കി എഴുതിയത് ഞാൻ വായിക്കാം. എന്റെ പേര് ചക്കി. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ അച്ഛന്റെ പേര് സോമൻ. എന്റെ അമ്മയുടെ പേര് വാസന്തി. എന്റെ ചേച്ചിയുടെ പേര് ചക്കര. എന്റെ ചേച്ചി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി എന്റെ ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചക്കി എന്ന ബോർഡിൽ എഴുതി. എന്റെ ചേച്ചി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെയാണ് എഴുതണത്. അയ്യോ സാറ് തെറ്റിപ്പോയി. ക്ലാസ്സിൽ ഇപ്പൊ ശരിയായി. ഇത് ഇംഗ്ലീഷാ മലയാളോ? ഇതിന് ഞാൻ എങ്ങനെ മാർക്ക് തരും ചക്കി? ഇത് ശരിയല്ലേ സാറേ? എങ്കിൽ ചക്കി കിട്ടിയ അരമാർക്കും കൊണ്ട് അവിടെ പോയി. എല്ലാരും നാളെ വരുമ്പോ ഒപ്പിട്ടോണ്ട് വരണം. പിന്നെ ഡുണ്ടുവിന് കിട്ടിയ മുട്ട അങ്ങ് ചക്കിക്കോട്ട്. പുതിയ ലിപി കണ്ടുപിടിച്ചല്ലേ? അല്ലെങ്കിൽ സാർ പണ്ടേ നമുക്ക് 2 പേർക്ക് മാർക്ക് തരൂല്ലോ. ഇനി ഇത് എങ്ങനെ വീട്ടിൽ നിന്ന് ഒപ്പിട്ടോണ്ട് വരുമോ?
1 2 എടി ചക്കി, നീ അമ്മക്ക് തരാതെ തിന്നണ. എടാ എനിക്ക് പനി ആയോണ്ട് ഹോമിയോ ഡോക്ടർ എന്ന ഹോമിയോ ഗുളിയാണ്, അല്ലാതെ മുട്ടായൊന്നും അല്ല. ഹോമിയോ ഗുളിക മുട്ടായി എനക്ക് തന്നല്ലോ. അത് എല്ലാവർക്കും തിന്നെ എടുത്താണ്. അയ്യോ, നിങ്ങൾക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് തിന്നാനുള്ളത് നിങ്ങൾ കൂടെ തന്നാ തീർന്നു. അതുകൊണ്ടാണ് നീ ഒരെണ്ണം നീ തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യിടും. നീ ഒരെണ്ണം തന്നില്ലെങ്കിൽ നമ്മളിനി മിണ്ടൂലേ. ഓരോന്ന് വെച്ച് തരാമേ. ഒരെണ്ണേ തരോളെ. എനിക്കും കൂടി താ ചക്കി. ഇനി തരൂലേ? എല്ലാരും ബുക്കുകൾ എടുത്തോ. പാഠം 1. സാറേ, ബെല്ലടിച്ചിട്ട് 1 മണിക്കൂറായ. അതെന്ത് 1 മണിക്കൂറാകുമ്പോ ഡുണ്ടുണ്ട് കല്യാണത്തിലല്ലോ പോണം. അല്ല സാറേ, 1 മണിക്കൂർ കഴിയുമ്പോ ഇവക്കൊരു ഗുളിക കഴിക്കണം. അത് സമയമാകുമ്പോ അവള് കഴിച്ചോളൂ. നീ അവിടെ ഇരി. ഇനി നീ മാറുന്നവനെ കടിയാണ്. ഇത് സാറ് ചുമ്മാ അറിഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് നീ ഗുളിയുണ്ട് നമുക്ക് ചക്കി, നീ എന്തേലും അമ്മക്ക് വരാതെ ഒളിച്ചു വെച്ച് തിന്നണ. അമ്മ കൊടുത്താ വീണ്ടും വന്ന് എന്തേടി ചക്കി. ചക്കിന്റെ അടുത്ത് ചീടും നമ്മള്. വേണ്ട. അമ്മ കൊടുത്താ അതാക്കി തരട്ടെ. ചക്കി 1 മണിക്കൂറായി. എനിക്ക് ചക്കി 1 മണിക്കൂറായി. എനിക്കിതാ. ചക്കി 1 മണിക്കൂറായി. തീർന്ന്. അയ്യോ, വെക്കം തീർന്നല്ലേ. എടി ചക്കി, നീ ഇന്ന് നേരത്തെ വന്ന. നിന്നെ കാത്തു നിന്നാണ് ഞാൻ താമസിച്ചത്. നീ പറയാ അപ്പു എടുക്കണില്ല. ചക്കി, നീ ഇന്ന് വെള്ളം കൊണ്ടുവന്ന എനിക്ക് കൊടുത്താടി. എനിക്ക് ചുമയാണ്ട് ചുമേന്റെ മരുന്നൊഴിച്ച വെള്ളമാണ്. നിങ്ങൾക്കാരൊക്കെ കുടിച്ചോളൂ, ഞാൻ തരൂല. അയ്യോ എടി ചക്കി, എനിക്ക് ഭയങ്കര ചുമ. നീ ആ മരുന്നൊഴിച്ച വെള്ളം എനിക്ക് കൂടെ തന്നാണ്. അയ്യോ അതേടാ, ഞാൻ വാണ്ട് ഉറിഞ്ചി കുടിച്ചായിരുന്നു. നിനക്ക് കുടിച്ചൂടാ. അതിന് കുഴപ്പമില്ല, നീ ഇത് താ. ഒരടപ്പേടെ പരോളെ. ഇന്നലെ കല്യാണത്തിൽ പോയപ്പോ കിട്ടിയ നാരങ്ങയാണ്. ഇനി ആരടുത്ത് പറയാതിരുന്ന ഞാൻ നിനക്കൂടെ തന്നെ. അപ്പൊ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2 4 2 4 അയ്യോ ചക്കി, ഞാന് എന്റെ പെൻസിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്ത് വെച്ചിട്ട് വരാമേ. വേഗം വരണേ. ഓ, എന്റെ കല്ല് നീയാണെടുത്ത് മാറ്റിയിട്ടത്. അയ്യോ എപ്പാ. അയ്യോ എന്റെ വെള്ളം ആര് കുടിച്ചു? എന്റെ വെള്ളം ആരാണ് എടുത്ത് കുടിച്ചത്? എടി, എനിക്ക് തരണമെന്ന് പറഞ്ഞല്ലേ നീ മൊത്തം കുടിച്ചു തീർത്തത്. ഞാനല്ലേ, എനിക്കറിയാം. നീ വന്നേ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ നോക്കി ചെന്ന് കുടിച്ചു. ഞാൻ കളിക്കാനല്ലേ പോയത്. അപ്പൊ ഇതാ നീ ഇറങ്ങിയ സ്കൂൾ ഇറങ്ങുന്ന ദിവസമായിട്ട് നീ ഇന്ന് താമസിച്ചല്ലേ വരുന്നത്? അയ്യോ ചക്കി, പോവല്ലേ, ഞാൻ ദാ വരണേ. ആ, നിനക്ക് പുതിയ യൂണിഫോം മേടിച്ചാടി. എനിക്ക് പുതിയ ഓ, കൊള്ളയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് നിനക്ക് ഭയങ്കര വലുതല്ലേടി. അതേടാ, എന്റെ അമ്മ പറഞ്ഞേ ഈ പുതിയത് തന്നെ നമുക്ക് അടുത്ത വർഷം ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത്രയും വലുത് തച്ചത്. അടുത്ത വർഷം അമ്മ ഞാൻ വലുതാവൂല, അപ്പൊ എനിക്കിത് കണക്കാവും. നിനക്ക് പുതിയത് തച്ചില്ലേടാ? അമ്മ പറഞ്ഞ് ഈ കൊല്ലം കൂടെ ഈ യൂണിഫോം ഇടാൻ, അടുത്ത കൊല്ലം എനിക്ക് പുതിയത് കഴിക്കുമെന്ന്. നീ സംസാരിച്ചോണ്ടിരിക്കാതെ വെക്കാൻ. ഇന്ന് നേരത്തെ സ്കൂളിൽ പോണം. എടി ചക്കി, ഞാൻ ശ്വാസം വിടുമ്പോഴേ എന്റെ ഈ ഉടുപ്പങ്ങാനം പൊട്ടിപ്പോയാൽ നീ എനിക്ക് കുത്താൻ ഒരു പിന്ന് തരണേടി. അയ്യോ എടാ, എന്റെ ഈ പാവാടെ കുത്തിവെക്കണ ഒരു പിന്നെ അതെടുത്താ ഈ പാവാട ഊരിപ്പോവും. നിനക്ക് നാളെ ഞാൻ ഒരു പിന്നെ കൊണ്ട് തരാമേ. നാളെ മറക്കല്ലേടി. കപ്പലാണോടാ, എലിപ്പെട്ടിയാണോടാ, എരിറ്റൻ ചിരിക്കുമ്പോരേ ചിലമ്പുന്ന ഉണ്ടായ മഴച്ചാറ്റലേറ്റാരും കടൽക്കാറ്റ് കൊണ്ടാരും
ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണ് എന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം. പാപികളായി പല പാരപരാക്രമ വീര്യമോടെ വരവായി വെടി പടഹയുടെ ജനമിതി തുടങ്ങി മകനേ. കടുകടോരകുടു ശകടമാണു തനി ശരണമാരു ശിവനെ. ഗതികെട്ടൊരു പട്ടന് വീറപ്പൊട്ടനിഷ്ടം വന്നതുപോലെ ഇതൊരു ബസ് വാങ്ങിയതൊരപ്പൽ സംഭവമായി. എടാ മണിക്കൂട്ട ഓടി വാ, എല്ലാ സാധനം കിട്ടി. വേഗമാടാ. ഏതാണ്ട് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. എടുത്താണ് എന്തേലും ഉണ്ട് ഒരെണ്ണം. ആ രണ്ടും ഒന്ന് എന്നല്ലേ ഭാഗ്യം. ഓ ഇതില് തിരിയൊക്കെ കിടക്കുന്നു. എടാ കളയല്ലേ ഇത്, നമുക്ക് ആവശ്യം മതി. എവിടെയെങ്കിലും കത്തിക്കാൻ എടുക്കാം നമുക്ക്. ആ നീ ഇപ്പൊ കീറിപ്പോയെന്നെ ഇരുന്നു. നീ നോക്കി കുട്ടു. എടാ മണിക്കൂട്ട ഇത്ര നൂല് മതിയാവോടാ? നീ ഇനി എടുത്താണ് ഇനിയും കൊറേ വേണം. ഈ തുമ്പ് നീ ഇതിൽ കയറ്റി. മറ്റേ എന്താ കൊറേ നീളം വേണോ? ഓ എന്നാണ് ഇത് കെട്ടി എനിക്ക് തരാം. കെട്ടിയാടാ. ഓ എന്നാ നമുക്ക് സംസാരിക്കാം. ആദ്യം ഞാൻ സംസാരിക്കാം, നീ ചെവിയിലേ വലിച്ചു പിടിച്ചോളണേ. എടാ വന്നിട്ട് എനിക്കിടെ തരണേടാ. ആ കേക്കാണ് ടീച്ചർ പറഞ്ഞ സത്യം തന്നെ. ആ ഇനി ഞാൻ പറയാം, നീ ചെവിയിലേ. എടാ മണിക്കുട്ടാ ഇങ്ങോട്ട് ഞാൻ കേട്ടിട്ടെങ്കിൽ തങ്ങിത്താ. എടാ പാറുന്നോളി. ഇനി നിങ്ങളെ സംസാരിച്ചിട്ട് ഞാൻ കേക്കട്ട്. എടാ ഇതില് സൗണ്ട് കേൾക്കണില്ലല്ലോ, അപ്പൊ ഇതിൽ കേക്കൂലേ? ഇതില് മാത്രമേ സൗണ്ട് കേൾക്കൂളാ. കേക്കേനെ ടീച്ചറിന്റെ അടുത്ത് അമ്മക്ക് പറയാമേ നമ്മള് ഫോൺ ഉണ്ടാക്കിയെന്ന്. ഈ വർഷത്തെ ശാസ്ത്രമേളക്ക് ഞാൻ ഈ ഫോണാണേ കൊണ്ടുപോകണം, നിങ്ങൾ ആരും കൊണ്ടുവരല്ലേ. അമ്മക്ക് ചക്കിയുടെ അടുത്ത് പറയാമേ നമ്മള് ഫോൺ ഉണ്ടാക്കിയെന്ന്. ചക്കി വന്നവരെ അമ്മക്ക് രണ്ടുപേരും കൂടെ കളിക്കാടാ. രണ്ടുപേണ അടിയാണേ. ഓ ആയ് ഇത്രയും വലിയ പാവേ. അപ്പൊ നിന്റെ അമ്മമ്മ കന്യാകുമാരി പോയിട്ട് വന്നാ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഈ പാവ കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വന്ന്. നമുക്ക് എടി ഒത്തുകൂടെ നമുക്ക് കളിക്കാൻ താരി. അടിക്ക് താമസിച്ചാ പോണ്. പിന്നീട് വരാമേ, മുട്ട അടിച്ചേരാമേ. കടയിൽ ചെല്ലുമ്പോൾ